ജനാധിപത്യത്തിൽ സ്റ്റാർ വാർ എന്ന പദം പ്രയോഗിക്കാമെങ്കിൽ അത്തരമൊരു മണ്ഡലത്തിൽ നിന്നാണ് ഇന്ന് കണ്ണൂർ വിഷൻ പടയൊരുക്കം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രണ്ട് പ്രമുഖ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് പേരാവൂർ വാർത്തകളിൽ നിറയുന്നത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഒരു ഭാഗത്ത്, മുൻ മന്ത്രിയും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജ മറുഭാഗത്ത്. നേർക്കുനേർ രണ്ട് പ്രമുഖ നേതാക്കൾ മാറ്റുരക്കുന്നു. പേരാവൂരിൽ സ്റ്റാർ വാർ എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ കഴിയുക? സണ്ണി ജോസഫിന് പേരാവൂരിൽ ഇത് 4ാം അംഗമാണ്. 11 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പേരാവൂർ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതിൽ 8 തവണയും വിജയം UDFനൊപ്പമായിരുന്നു. 20 വർഷം മുമ്പ്, അതായത് 2006-ൽ KK ശൈലജ പേരാവൂരിൽ നിന്നും നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് KK ശൈലജയെ പരിഗണിക്കാൻ CPMനെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. 2011-ൽ പേരാവൂരിൽ നിന്നും KK ശൈലജയെ തന്നെ പരാജയപ്പെടുത്തിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിയമസഭയിൽ എത്തിയത്. പിന്നീട് ഇങ്ങോട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ സണ്ണി ജോസഫിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ രാഷ്ട്രീയ സാഹചര്യമാണ് പേരാവൂരിൽ UDFന് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നത്. പക്ഷേ ഇത്തവണ കഥ മാറും എന്ന് ഉറച്ചു പറയുകയാണ് LDF. പുറത്തു വന്ന അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുകയാണ് പേരാവൂരിൽ. എന്താണ് പേരാവൂരിൽ സംഭവിക്കാൻ പോകുന്നത്? വലിയ പ്രചരണ പ്രവർത്തനങ്ങളുമായി പൈലി വാത്യാട്ട് എന്ന NDA സ്ഥാനാർത്ഥിയും പേരാവൂരിൽ സജീവമാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പേരാവൂരിൽ നടക്കുമ്പോൾ എന്താകും പേരാവൂരിന്റെ ജനവിധി? പടയൊരുക്കം ഇന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. 3 സ്ഥാനാർത്ഥികളും പടയൊരുക്കത്തിന് ഒപ്പം ചേരുകയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പേരാവൂർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച നേതാവാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഈ മണ്ഡലത്തിൻ്റെ സ്വന്തം, പേരാവൂരിൻ്റെ സ്വന്തം MLA. ഈ രീതിയിൽ ഉള്ള വിശേഷണങ്ങളൊക്കെയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഈ നാട് നൽകിയിട്ടുള്ളത്. ഈ നാടിനെ അറിയുന്ന, നാട്ടുകാരനായ, ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഈ പേരാവൂരുകാർ സണ്ണി ജോസഫിനെ പറ്റി പറയുന്നില്ല.
അത് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. അത് തന്നെയാണ് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ സണ്ണി ജോസഫിനുള്ള ആത്മവിശ്വാസം. ഒരു തരത്തിലും പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ലാത്ത നേതാവ്, വലിയ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും ഈ നാടിനെ മറക്കാത്ത നേതാവ്, അതൊക്കെയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റായിട്ടും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ മണ്ഡലത്തിൽ കാലുകുത്താത്ത ദിവസങ്ങളില്ല എന്നാണ് ഓരോ ആളുകളോടും ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ കുറിച്ച് നമ്മളോട് ആളുകൾ പറയുന്നത്. ആ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് 4ാം വട്ടം ഈ പേരാവൂരിന്റെ ഹൃദയം കീഴടക്കാൻ സണ്ണി ജോസഫ് എത്തിയിട്ടുള്ളത്. MLA കൂടിയായ സണ്ണി ജോസഫ്, KPCC പ്രസിഡന്റ്, ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ ആത്മവിശ്വാസം, വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, നാടൊന്നാകെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആളുകളുടെ സ്നേഹം. ഇവരൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം എന്ന് മാറ്റി, ആ സ്വന്തം എന്ന വാക്ക് ഉപയോഗിക്കാതെ സണ്ണി ജോസഫിനെ ആരും പരിചയപ്പെടുത്തുന്നില്ല, പറയുന്നില്ല. അതെ, കഴിഞ്ഞ 15 വർഷം ജനങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ലഭിച്ച അവസരം ജനക്ഷേമത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ടാണ് ജനങ്ങൾ 3 ഇലക്ഷനിൽ എന്നെ വിജയിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും പേരാവൂരിൽ നിലനിൽക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി MLA എന്നുള്ളതിന് രീതിയിലപ്പുറം KPCC പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ. കേരളത്തിന്റെ മൊത്തം കാര്യങ്ങളും ഇവിടുത്തെ കാര്യം നോക്കുന്നത് പോലെ തന്നെ മറ്റു മണ്ഡലങ്ങളുടെ കാര്യവും നോക്കേണ്ട നേതാവാണ്. ഒരു തരത്തിലും ആത്മവിശ്വാസക്കുറവില്ല. UDF അധികാരത്തിൽ വരാൻ പോകുന്നു, 100 സീറ്റിലധികം നേടി. അതെ, തികഞ്ഞ ആത്മവിശ്വാസമാണ്. UDFന് കേരളത്തിലൊട്ടാകെ തരംഗങ്ങൾ തന്നെയാണ്. സർവേകൾ, നിഷ്പക്ഷ സർവേകളെല്ലാം അതാണ് നൽകുന്ന സൂചന. സ്ഥാനാർത്ഥികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്, പ്രവർത്തകർ അതിനേക്കാൾ വലിയ ആവേശത്തിലാണ്. അതുകൊണ്ട് പേരാവൂരിനോടൊപ്പം മറ്റ് നിയോജകമണ്ഡലങ്ങളും UDF ജയിച്ചു വരും. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. ഇവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിക്കും. ഈ 2011 മുതൽ താങ്കൾ ഇവിടുത്തെ MLA ആണ്. വികസനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരിക. ഈ 15 വർഷം ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനം നടന്നു എന്ന്. ഞാനിപ്പോ നിൽക്കുന്നത് പെരുമുന്നയല്ലേ? അതെ, പെരുമുന്നക്കാരോട് നിങ്ങൾ ചോദിക്കുക, 11 പെരുമുന്ന എന്തായിരുന്നു? നാട്ടുകാരോട് ചോദിച്ചാൽ 100 നാവാണ് താങ്കളെ കുറിച്ച്. അത് തന്നെയല്ലേ നാട്ടുകാരല്ലേ പറയേണ്ടത്. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് അല്ലേ ഇലക്ഷൻ, നാട്ടുകാരല്ലേ വോട്ട് ചെയ്യേണ്ടത്. എനിക്ക് നന്നായിട്ടറിയാം. ഒന്ന്, ഞാൻ KPCC പ്രസിഡന്റായിട്ടുള്ള ചുമതല വഹിക്കുമ്പോഴും ആഴ്ചയിൽ ഒന്നിലേറെ ദിവസങ്ങൾ ഇവിടുത്തെ മുക്കിലും മൂലയിലും യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സുഖദുഃഖങ്ങൾ എനിക്കറിയാം, എല്ലാ റോഡുകളും എനിക്കറിയാം, അതിൽ പങ്കാളിയായിട്ടുണ്ട്. അത് ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത്. താങ്കളുടെ ഓരോ ദിവസത്തെയും ചാർട്ട് നമ്മുടെ മാധ്യമ ഗ്രൂപ്പുകളിൽ വരാറുണ്ട്. അതിൽ 1-2 ദിവസങ്ങൾ ഈ മണ്ഡലത്തിന്റെ പേരാവൂർ എന്ന് കാണാറുണ്ട്. KPCCയുടെ ആവശ്യങ്ങൾക്ക് മറ്റു ജില്ലകളിൽ പോകുമ്പോഴും നമ്മളുടെ നേതാക്കന്മാര്, ലീഡറായാലും ഉമ്മൻചാണ്ടി സാറായാലും പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. അതനുസരിച്ച് നിയോജകമണ്ഡലത്തെ മറക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ അടിത്തറ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിന്റെ ചർച്ചയിലൊക്കെ വേഗം എത്താൻ പറ്റുന്നുണ്ട്, റോഡ് നന്നായി എന്നുള്ളത്. അത് താങ്കൾക്കെതിരായ ഒരു ട്രോളായി ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. റോഡ് നന്നായത് എപ്പോഴാ? ഒന്നും ചെയ്തില്ലെന്നാണ് ഇവരുടെ ആക്ഷേപം. റോഡ് നന്നായത് 2011 തലശ്ശേരി കൂട്ടുകോട റോഡിന് വന്നിട്ടുണ്ടോ? 2011 കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള റോഡിന് പോയിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു? മുഴക്കുന്നില റോഡ് എന്തായിരുന്നു? തലശ്ശേരി കൂട്ടുകോട 7 പാലവും റോഡ് നിർമ്മിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാ. മലയോര ഹൈവേ നിർമ്മിച്ചത് ഇവിടെ നമ്മുടെ കുഞ്ഞുകുട്ടി ചേട്ടൻ എന്ന് പറയുന്ന മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടിട്ട് ഈ മെയിൻ റോഡിന്, ഈ മലയോര ഹൈവേക്ക്, അദ്ദേഹത്തിൻ്റെ വീട് വഴി കടന്നു പോകുന്ന റോഡിന് ഞാൻ 9 ലക്ഷം രൂപയാണ് ആദ്യം MLA ഫണ്ടിൽ നിന്ന് വെച്ച് അവിടെ കൊണ്ട് മിറ്റിലിറക്കി. അവസാനം ഇത് ആ ഗവൺമെൻറ്റിൽ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തന്നെ ഇത് മലയോര ഹൈവേയുടെ പണിയെടുക്കാൻ തീരുമാനിച്ചു, വെക്കാരം ടാർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇറക്കിയ മെറ്റിൽ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ആ പൈസ അലോട്ട് ചെയ്ത്, പാറക്കണ്ടത്തേക്ക് അലോട്ട് ചെയ്ത്, ഇറക്കിയ മെറ്റിൽ കുഞ്ഞുകുട്ടിച്ചേട്ടൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അത്ര കണ്ട് വികസനം ഈ 15 കൊല്ലക്കാലം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ 10 കൊല്ലം പ്രതിപക്ഷത്താണ്. എന്നിട്ടും കുറേ കാര്യങ്ങൾ
ചോദിച്ച് വാദിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ? പേരാവൂരിന് വേണ്ടി മനസ്സിൽ കുറെ ആശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഏറ്റവും ഒന്നാമത്തെ എൻ്റെ ജനങ്ങളെ ഞാൻ കാണുമ്പോൾ ഏറ്റവും അത്യാവശ്യം റോഡ് നന്നാവും. ഇപ്പോൾ ഈ റോഡിലൂടെ ഇങ്ങ് വരുമ്പോൾ ഒരു സംതൃപ്തി എന്താ? റോഡ് നന്നാകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള വീടുകൾക്ക് തന്നെ കൂടുതലായിട്ടുള്ള ഒരു അട്രാക്ഷൻ വരികയാണ്, സൗകര്യം വരികയാണ്. ഇന്നിപ്പോൾ ചെറിയ വണ്ടികളില്ലാത്ത വീടുകളില്ല. കോവിഡിന് ശേഷം ചെറിയ കാറുകളോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളോ സ്കൂട്ടിയോ ഇല്ലാത്തില്ല. അപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി അവശേഷിക്കുന്ന റോഡുകൾക്ക്. ഞാൻ നിയമസഭയിലെ ഒരു സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ മന്ത്രി റിയാസ് പറഞ്ഞ മറുപടി, പേരാവൂരിനെ കേരളത്തിൻ്റെ ആനുപാതികമായി കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്ന്. അത് റെക്കോർഡിലുണ്ട്. അപ്പോൾ പിന്നെ മറിച്ച് മറ്റവർക്ക് പറയാൻ പറ്റുമോ? ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ കഴിയില്ല. ആർക്കും പറയാൻ പറ്റില്ല. ആർക്കും എത്ര കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? കണ്ണടച്ചാൽ ഇരുട്ടാവുമോ? ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആനമതിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ് 13 കോടി അനുവദിച്ചത്. രണ്ടാമത്തത് ഞാൻ ആവശ്യപ്പെട്ടിട്ടാണ് AK ബാലൻ്റെ അടുത്ത് ആറണത്തെ ആനമതിലിൻ്റെ അനുവാദം വാങ്ങിയിട്ടുള്ളത്. വേറെ വികസന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഈ വലിയ രീതിയിലുള്ള ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കർഷകരുടെ പ്രശ്നമാണ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതൊക്കെ അഡ്രസ് ചെയ്യുമ്പോൾ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം ഈ സർക്കാരിനെതിരായ വികാരമാണോ? ഞങ്ങള് 4 അടിയന്തര പ്രമേയം ഈ നിയമസഭയിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിൽ 4 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. 2 ഞാനാ കൊണ്ടുവന്നു. ഗവൺമെൻറ് 4 ചർച്ചയ്ക്ക് വെച്ചില്ല. ഒന്ന് കുഴൽനാടൻ, ഒന്ന് സിദ്ധിക്കുക. ചർച്ചയ്ക്ക് വെച്ചിരുന്നെങ്കിൽ ഇത്ര ഗുരുതരമായ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ് നിലപാടെടുക്കണം. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ കേരളത്തിലെ ഒന്നാമത്തെ UDF അധികാരത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ വക്കീല്, കർഷകരുടെ ഒന്നാമത്തെ വക്കീല് സണ്ണി വക്കീല. ഇപ്പൊ UDF അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പായി വനം വകുപ്പ് മാറും. വനം വകുപ്പ് നല്ല പ്രധാനപ്പെട്ട വകുപ്പാണ്. ശരി, താങ്ക് യു. ഇപ്പൊ ഇവിടുന്നൊക്കെ പ്രസംഗിക്കുന്ന കേട്ടോ, കഴിഞ്ഞ 3 തവണ MLA മാത്രമാണ്, ഇനി അടുത്തതൊരു മന്ത്രിയായാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് UDF ഗവൺമെന്റ് തീരുമാനിക്കും. UDF AICC തീരുമാനിക്കും. അതിപ്പോ പറയാനില്ല. അതിലൊരു സംശയം നമുക്കില്ല. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ പറയാൻ കഴിയുമോ? 10,000-ന്റെ മുകളിൽ. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സണ്ണി ജോസഫ് സിറ്റിംഗ് MLA ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുള്ളത്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം. അതിന് അപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇപ്പോൾ UDF-ന്റെ ആളുകൾക്കില്ല. വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഇപ്പോൾ വരികയാണ്. പേരാവൂരിന്റെ ഹൃദയം കീഴടക്കാൻ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട മകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ആവേശകരമായ സ്വീകരണമാണ് മറിയ ഉമ്മന് പ്രവർത്തകരാകെ നൽകുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ട് ഈ പേരാവൂർ മണ്ഡലത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞാണ് മറിയ ഉമ്മൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. നമുക്ക് നമ്മോടൊപ്പം മറിയ ഉമ്മൻ തന്നെ ചേരുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പേരാവൂർ എന്ന നാടിന്റെ സ്നേഹം ഇങ്ങനെ ഏറ്റുവാങ്ങുമ്പോൾ എന്താണ് സണ്ണി ജോസഫ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ഒരു കുടുംബയോഗത്തിൽ കൂടി അദ്ദേഹത്തോടൊപ്പം പര്യടനത്തിന് ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ പോയിന്റിൽ വന്നിരിക്കുന്നത്. 15 വർഷം അദ്ദേഹം ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം ഓരോ കുടുംബത്തിന്റെ അംഗമായി മാറിയ കാര്യങ്ങൾ, ആ സ്നേഹമാണ്. ഞാൻ കുടുംബയോഗത്തിൽ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആളുകൾ അദ്ദേഹം എന്താണ് എന്ന്, അദ്ദേഹത്തോടുള്ള സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. വളരെയേറെ പോസിറ്റീവായിട്ടുള്ള വൈബ് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം നമുക്കത് അവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം April 9-ന് വോട്ടായി മാറും. 10 വർഷത്തെ ദുർഭരണത്തോടൊപ്പം തന്നെ അദ്ദേഹത്തോടുള്ള 15 വർഷത്തെ നാട്ടുകാരുടെ സ്നേഹം ഉറപ്പായി വോട്ടായി മാറും. അദ്ദേഹം കഴിഞ്ഞ 3 പ്രാവശ്യത്തിലേറെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ 3 തവണയും അദ്ദേഹം MLA മാത്രമായിരുന്നു. ഇനി അദ്ദേഹം മന്ത്രിയാവാനാണ് പോകുന്നത്. ഇവിടെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് പേരാവൂരിന് ഇതാ ഒരു മന്ത്രിയെ കിട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ്. അതും ഈ നാടിന് ഒരു ഭാഗ്യമായി വരികയല്ലേ ചെയ്യുക? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ടിയുടെ നേതൃത്വം അതൊക്കെ തീരുമാനിക്കും. എന്തായാലും UDF മന്ത്രിസഭ മെയ് 9-ാം തീയതി, മെയ് 4-ാം തീയതി നല്ല ഭൂരിപക്ഷത്തിൽ കയറി വരും. അന്ന് അതിൽ വിജയിക്കുന്ന ഭരണപക്ഷ MLA-മാരോടൊപ്പം ഉറപ്പായിട്ടും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കാണുകയും. ഈ നാട്ടുകളിലൊക്കെ പോകുമ്പോൾ എന്താണ് താങ്കൾ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു UDF തരംഗം അലയടിക്കാൻ പോവുകയാണ് എന്ന്. ഒരു തരംഗം തന്നെയാണോ നമ്മൾ കാണാൻ പോകുന്നത്? ഉറപ്പായിട്ടും ഒരു തരംഗമുണ്ട്. വേറെ ഒന്നുമില്ല. 10 വർഷത്തെ ദുർഭരണം UDF-ന് അനുകൂലമായ തരംഗമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് പുതുപ്പള്ളിയിലൊക്കെ ചാണ്ടിയമ്മനൊക്കെ മത്സരിക്കുന്നുണ്ട്, മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ് പ്രചരണ രംഗത്ത് മറിയ ഉമ്മൻ.
ഈ ഒരു ആളുകളുടെ മനസ്സൊക്കെ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 100+ എന്നതിലേക്ക് തന്നെയാണോ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഉടനീളം UDF തരംഗമുണ്ട്. ആ തരംഗം അലയടിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ കയറി വരും. പുതുപ്പള്ളിയെ പറ്റി നമുക്ക് ഒരു സംശയമേ ഇല്ല. പേരാവൂരിന്റെ കാര്യത്തിലും സംശയമില്ല. പേരാവൂരിന്റെ കാര്യത്തിൽ 110% സംശയമില്ല. പുതുപ്പള്ളിയുടെ കാര്യത്തിൽ കെ ശൈലജ എതിർ സ്ഥാനാർത്ഥിയായി വന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമായി വരുമെന്ന് കരുതുന്നുണ്ടോ? ഏറ്റവും ഗംഭീരമായ സ്ഥാനാർത്ഥികളാണ് UDF-നുള്ളത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇവിടുത്തെ ഓരോ കുടുംബത്തിലെ അംഗമാണ്. ഒരിക്കലും കെ ശൈലജയല്ല, ആര് വന്നാലും അദ്ദേഹം ഇവിടെ വിജയിച്ച് കയറും. എന്തായാലും വലിയ തിരക്കിലാണ് മറിയ ഉമ്മൻ. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നു. മകൾ ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തിൽ UDF അനുകൂല തരംഗമുണ്ടാകും എന്ന് തന്നെയാണ് മറിയ ഉമ്മൻ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വോട്ടർമാരെ സണ്ണി ജോസഫ് കാണുന്നത്. ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടിയാണ്. എന്തായാലും UDF പ്രവർത്തകരും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ പേരാവൂരിന്റെ ഒരു സ്ഥിതി? പേരാവൂരിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫിനോട് പകരം വയ്ക്കാൻ വേറൊരാൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഈ പേരാറിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാതിരുന്നിട്ടും ഇവിടെ ഒരു പഞ്ചായത്ത് പോലും നമുക്കില്ലാതിരുന്നിട്ടും ഇവിടെ എല്ലാം വേണ്ട വിധം പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. പുള്ളിക്ക് പകരം വയ്ക്കാൻ വേറെ ഇല്ല എന്ന് തന്നെയാണ് സത്യം. ജയത്തിന്റെ കാര്യത്തിൽ ഒരു സംശയം? ജയത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. 15,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിനോട് ജയിച്ചിരിക്കും. അത്രയ്ക്കും വലിയ ഭൂരിപക്ഷം, അത്രയ്ക്കും വലിയ ഭൂരിപക്ഷം കിട്ടും. ഇതുവരെ അത്തരത്തിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇത്തവണ പോകും. എതിർ സ്ഥാനാർത്ഥി ശക്തിയായ സ്ഥാനാർത്ഥി ആരാ എന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ തന്നെയാണ്. UDF വിജയിക്കും. എന്തുകൊണ്ട് ജയിക്കും? ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് സണ്ണി ജോസഫ്. വികസനം തന്നെയാണ്. അതെ സണ്ണി ജോസഫ് ജയിക്കും. വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഒരു 10-നും 15 കിട്ടും. എന്താണ് ആത്മവിശ്വാസത്തിന് കാരണം? പിണറായിയോടുള്ള എതിർപ്പ്. വലിയ എതിർപ്പാണ്. വലിയ എതിർപ്പ്. എന്തുകൊണ്ടാണ് ആ എതിർപ്പ്? അയാളുടെ ധാർഷ്ട്യം, അഹങ്കാരം, ഞാനെന്ന ഭാവം. അത് മാത്രമാണോ? അത് മാത്രമാണ് മെയിനായിട്ട്. അയാൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇലക്ഷൻ റിസൾട്ട് സണ്ണി ജോസഫിനാണ് കൂടുതൽ സാധ്യത. ഇവിടെ വലിയ ഭൂരിപക്ഷം ഒരു 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് സാധ്യതയുണ്ട്. ഇനിയിപ്പം ശൈല ടീച്ചർ അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി അധികം ഭൂരിപക്ഷം കിട്ടിയേനെ. അത് 25 വരെ കിട്ടിയേനെ. ഇപ്പോൾ ടീച്ചർ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കും. എന്നാൽ പോലും ഒരു 10,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഇവിടുത്തെ വികസന കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ അത് വോട്ടായി മാറുമോ? സണ്ണി ജോസഫിന് അനുകൂലമായി വരുമോ? സണ്ണി ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ എപ്പോഴും, അതായത് 24 hours എന്തൊരു ചെറിയ ആവശ്യങ്ങൾക്ക് പോലും അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് ചെറിയ ഒരു ആവശ്യങ്ങൾക്ക് പോലും അദ്ദേഹം സമയം സ്പെയർ ചെയ്ത് ഇവിടെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേരാൻ. PCC പ്രസിഡന്റ് ആയതിനു ശേഷവും അങ്ങനെയാണോ? അതിനുശേഷവും പുള്ളി മാക്സിമം ഇവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളിൽ ഒരു വീട്ടിലൊരാൾ എന്നൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പം കൂടുതൽ സാധ്യത ഇദ്ദേഹത്തിന് തന്നെയാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ 10,000-ന് മുകളിൽ ഭൂരിപക്ഷം എന്നുള്ള ആത്മവിശ്വാസം. എന്തായാലും ശക്തമായ പോരാട്ടമാണ് പേരാവൂരിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി വോട്ടർമാരെ സമീപിക്കുകയാണ് സണ്ണി ജോസഫ്. വോട്ടെണ്ണുമ്പോൾ ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡലമാകും പേരാവൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു മുന്നണികളും പേരാവൂരിൽ ആഗ്രഹിക്കുന്നുമില്ല. പേരാവൂരിലെ ഫലം എന്തു തന്നെയായാലും അത് മുന്നണി രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യവുമുണ്ട്. UDF പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കോൺഗ്രസിലുണ്ടാക്കുന്ന പൊട്ടിത്തെറി വലുതായിരിക്കും. LDF ആണ് പരാജയപ്പെടുന്നതെങ്കിൽ KK ശൈലജയെ എന്തിന് ബലിയാടാക്കി എന്ന ചോദ്യത്തിന് CPM-ഉം ഉത്തരം പറയേണ്ടി വരും.
അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചയാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. NDAക്കും നിർണായകമാണ് പേരാവൂർ. വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പേരാവൂർ എന്നത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി മാറുമ്പോൾ എന്താകും ഇവിടുത്തെ ജനവിധി? അത് അറിയണമെങ്കിൽ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള പടയൊരുക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.